ഹായ് ക്ലാസ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂവേഷനാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മൾട്ടിവേരിയറ്റ് അനാലിസിസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും ഒന്നിലധികം വേരിയബിൾസ് ഉള്ള സാഹചര്യത്തിൽ അവ തമ്മിലുള്ള ബന്ധത്തെ പഠിക്കാൻ നമ്മൾ കോറിലേഷനെ എങ്ങനെ ഉപയോഗിക്കുന്നുവെന്നും റിഗ്രഷൻ എന്ന ടെക്നിക്കിനെ എങ്ങനെ ഉപയോഗിക്കുന്നുവെന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഈ റിഗ്രഷൻ കോഎഫിഷ്യൻസിനെ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ റിഗ്രഷൻ കോഎഫിഷ്യൻസിൻ്റെ വാല്യൂ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ലീസ്റ്റ് സ്ക്വയേഴ്സ് ടെക്നിക്ക് എന്ന് പറയുന്നത്. ഈ ലീസ്റ്റ് സ്ക്വയേഴ്സ് ടെക്നിക്ക് വഴി എങ്ങനെയാണ് കോഎഫിഷ്യൻസിൻ്റെ വാല്യൂസിലേക്ക് എത്തുന്നതെന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ബീറ്റ കോഎഫിഷ്യൻറ്റുകളുടെ വാല്യൂ എങ്ങനെ കണ്ടെത്തും എന്നുള്ളതിൻ്റെ ഡെറിവേഷനാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച എക്സാമ്പിളിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായി നമ്മളൊരു കൺസംഷൻ ഫംഗ്ഷനെ പറ്റിയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു എക്സാമ്പിളിൽ കണ്ടത്. കെയ്നീഷ്യൻ കൺസംഷൻ ഫംഗ്ഷൻ. കൺസംഷനെ നമ്മൾ വൈ ആക്സിസിൽ അളന്നു, ഇൻകത്തെ നമ്മൾ എക്സ് ആക്സിസിൽ അളന്നു. അവിടെ ഓരോ ഫിക്സ്ഡ് ഇൻകം ഗ്രൂപ്പുകൾക്കും ഉള്ള കൺസംഷൻ്റെ ലെവലുകളെ നമ്മൾ എടുത്ത ഡേറ്റയിൽ നിന്ന്, ഒബ്സർവ് ചെയ്ത ഡേറ്റയിൽ നിന്ന് നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണ് ആദ്യം ഉണ്ടായത്. അപ്പോൾ 10,000 എന്ന ഒരു ഇൻകം ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആ ഇൻകം ഗ്രൂപ്പിൻ്റെ കൺസംഷനുകൾ പല ലെവൽ ഓഫ് കൺസംഷൻസ് നമ്മൾ കണ്ടു. അതുപോലെ 20,000, 30,000, 40,000, 50,000 ഇങ്ങനെ പല പല ഇൻകങ്ങളുള്ള ഇൻകം ഗ്രൂപ്പുകളുടെ കൺസംഷൻ ലെവൽസ് നമ്മൾ ഒബ്സർവ് ചെയ്ത ഡേറ്റയാണ് ഈ പ്ലോട്ട് ചെയ്യുന്നത്. ഒബ്സർവ് ചെയ്ത ഡേറ്റ ഈ ഒബ്സർവ് ചെയ്ത ഡേറ്റയിൽ നിന്നും നമ്മൾ ഒരു ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റിലേക്ക് വരുന്നതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. ഈ ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റിൻ്റെ സ്പെസിഫിക്കേഷൻ ആയിരുന്നു നമ്മൾ കണ്ട ഇൻ്റർപ്രിറ്റേഷൻ. നമുക്കറിയാം എ എന്നത് ഇൻ്റർസെപ്റ്റ് കോഎഫിഷ്യൻറ്റും ബി എന്നത് സ്ലോപ്പ് കോഎഫിഷ്യൻറ്റുമായിരുന്നു. നമ്മുടെ ഇക്വേഷൻ നമ്മൾ എഴുതിയത് C = A + BY + U എന്നായിരുന്നു. ഈ എക്കണോമെട്രിക് സ്പെസിഫിക്കേഷനിൽ യുവിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നത് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഈ ക്ലാസ്സിൽ നമ്മളിതിനെ ജനറലൈസ്ഡ് ഫോമിലേക്ക് മാറ്റുകയാണ്. അതായത് ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിളിൽ കൺസംഷനും ഇൻകവും തമ്മിലുള്ള ബന്ധത്തെ എങ്ങനെയാണ് നമ്മൾ ഈ പാരാമീറ്റേഴ്സിനെ കണ്ടെത്തുന്നത് എന്നത് വളരെ ബേസിക്കായ ഒരു ഐഡിയ നമുക്ക് കിട്ടി കഴിഞ്ഞ ക്ലാസ്സിൽ. ഈ ക്ലാസ്സിൽ സ്പെസിഫിക്കായി എങ്ങനെ നമ്മൾ ഈ എയുടെയും ബിയുടെയും വാല്യൂയിലേക്ക് എത്തും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ആദ്യമായിട്ട് ഇതിൻ്റെ ജനറലൈസ്ഡ് ഫോം നമുക്കൊന്ന് എഴുതാം. ഏത് വേരിയബിളിനെ എടുത്താലും, കൺസംഷൻ എടുത്തുകൊണ്ടാണ് നമ്മളിവിടെ സി എന്നും ഇൻകത്തെ എടുത്തതുകൊണ്ടാണ് നമ്മൾ വൈ എന്നും നമ്മളിവിടെ ഇപ്പോൾ എഴുതിയത്. ഏതൊരു വേരിയബിളിനെ എടുത്താലും നമുക്ക് എഴുതാൻ കഴിയുന്നത് ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ എപ്പോഴും നമ്മൾ വൈ കൊണ്ടാണ് കാണിക്കുന്നത്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വേരിയബിൾ അഥവാ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ അഥവാ റിഗ്രസൻറ്റ്. റിഗ്രഷൻ്റെ കോണ്ടെക്സ്റ്റിലേക്ക് വരുമ്പോഴത്തേക്ക് അതിന് റിഗ്രസൻറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ വൈ എന്നത് നമ്മുടെ ഡിപ്പെൻഡൻ്റ് ആയ വേരിയബിളാണ്. എക്സ് എന്നതാണ് നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. എക്സ് ആക്സിസിനെ കാണിക്കുന്ന എക്സും വൈ ആക്സിസിനെ കാണിക്കുന്ന വൈയും. അപ്പോൾ ഡിപ്പെൻഡൻ്റ് ആയ വേരിയബിൾ വൈയും ഇൻഡിപെൻഡൻ്റ് ആയ വേരിയബിൾ എക്സും. ഇവിടെ എ എന്നതിൻ്റെ ഇൻ്റർസെപ്റ്റ് കോഎഫിഷ്യൻറ്റിൻ്റെ ജനറലൈസ്ഡ് ഫോമായി നമ്മൾ വിളിക്കുന്നത് β0 എന്നാണ്. β0 ഒരു ഗ്രീക്ക് ലെറ്ററാണ് β0. സ്ലോപ്പ് കോഎഫിഷ്യൻറ്റിനെ നമ്മൾ ജനറലൈസ്ഡ് ഫോമിൽ വിളിക്കുന്നു β1. ഇത് എന്ത് സിമ്പലും നമുക്കിവിടെ അപ്ലൈ ചെയ്യാം. ഞാനിപ്പോൾ നിങ്ങളെ പഠിപ്പിക്കുന്ന ഈ സമയത്ത് അപ്ലൈ ചെയ്യുന്ന സിമ്പലുകൾ β0യും β1ഉമാണ്. നിങ്ങൾക്ക് ആൽഫ എന്ന് അപ്ലൈ ചെയ്യാം, തീറ്റ എന്ന് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ലെറ്റർ വേണമെങ്കിൽ അവിടെ ഇതിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇഷ്ടമുള്ള രീതിയിൽ അതിനെ റെപ്രസെൻറ്റ് ചെയ്യാം. തൽക്കാലം നമ്മൾക്ക് പഠിക്കാൻ വേണ്ടി ഞാനിവിടെ β0 എന്നും β1 എന്നും ജനറലൈസ്ഡ് ഫോമിൽ ഏത് വേരിയബിളെ നമ്മളെടുത്ത് പഠിച്ചാലും ജനറലൈസ്ഡ് ആയ ഒരു ഫോമിൽ നമ്മളിങ്ങനെയാണ് അതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. നൗ യുവിനെ നമ്മൾ യു എന്ന് തന്നെ വിളിക്കുകയാണ്. എറർ ടേം അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് ടേം എന്ന് വിളിക്കുകയാണ്. അപ്പോൾ ഈ യുവിൻ്റെ സിഗ്നിഫിക്കൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ഈ ഭാഗം കാണിക്കുന്നത് ഈ ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റിനെയും ഈ ഭാഗം കാണിക്കുന്നത് ഇതിൽ നിന്നുള്ള എറർ കമ്പോണൻറ്റിനെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ
മനസ്സിലാക്കിയിരുന്നു. ഞാൻ ഇതിൻ്റെ കൂടെ ഒരു ഐ എന്ന സബ്സ്ക്രിപ്റ്റും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ പ്രയാസമുണ്ടാവില്ല എന്ന് കരുതുന്നു. ഈ ഐ കാണിക്കുന്നത് ഈ ഓരോ എലമെൻറ്റിൻ്റെയും വാല്യൂസിനെയാണ് ഈ ഐ കാണിക്കുന്നത്. അപ്പോൾ 10,000 രൂപ ഇൻകമുള്ള ഒരു യൂണിറ്റ്, ആ യൂണിറ്റിൻ്റെ കൺസംഷനായ ഇവിടെ വരുന്ന പോയിന്റിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഐ കാണിക്കുന്നത്. ഈ ഓരോ ഇൻഡിവിജ്വൽ യൂണിറ്റ്സിനെ അക്കൗണ്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഐ എന്ന സബ്സ്ക്രിപ്റ്റ് കൊടുക്കുന്നത്. നൗ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഈ സ്പെസിഫിക്കേഷൻ, ഈ ജനറലൈസ്ഡ് സ്പെസിഫിക്കേഷനിൽ ഈ ഭാഗം, ആ ഭാഗം നമ്മൾ നേരത്തെ കണ്ടാണ് ഈ നടുക്കൂടെ പോകുന്ന ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ്. ഈ ഭാഗത്തെ നമ്മൾ വിളിക്കുന്നത് ഡിറ്റർമിനിസ്റ്റിക് കമ്പോണൻ്റ് എന്ന്. ഡിറ്റർമിനിസ്റ്റിക് കമ്പോണൻ്റ്. കാരണം ഡിറ്റർമിനിസ്റ്റിക് എന്ന വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാം, എക്സാക്ട് അല്ലെങ്കിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത്. അപ്പോൾ ഡിറ്റർമിനിസ്റ്റിക് ആയ കമ്പോണൻ്റ് ഇതിൻ്റെ അകത്ത് ഇത് മാത്രമാണ്. എന്നാൽ ഈ ഭാഗത്തെ നമ്മൾ വിളിക്കുന്നത് എന്തായിരുന്നു? എറർ ടേം എന്നാണ്, എറർ കമ്പോണൻ്റ്. അപ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ഡേറ്റ എടുത്തു കഴിഞ്ഞാൽ നമുക്കതിനൊരു ഡിറ്റർമിനിസ്റ്റിക് കമ്പോണൻറ്റും ഉണ്ട്, ഒരു എറർ കമ്പോണൻറ്റും ഉണ്ട്. ഇതാണ് ഈ എക്കണോമെട്രിക് സ്പെസിഫിക്കേഷനിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടീഷണൽ എക്സ്പെക്റ്റേഷനും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. എക്സ്പെക്റ്റേഷൻ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവാം. ഞാൻ ഉദ്ദേശിച്ചത് കണ്ടീഷണൽ മീനും അൺകണ്ടീഷണൽ മീനും എന്നുള്ള വ്യത്യാസമാണ്. അപ്പോൾ കൺസംഷൻ്റെ, കഴിഞ്ഞ ക്ലാസ്സിലെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ കൺസംഷൻ്റെ ആവറേജ് അല്ലെങ്കിൽ അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ഇൻകത്തിനെയും കൺസിഡർ ചെയ്യാതെ നമ്മൾ എടുക്കുന്ന മീനാണ് അൺകണ്ടീഷണൽ മീൻ എന്ന് പറയുന്നത്. അത് ഈ എല്ലാ പോയിന്റുകളെയും ആഡ് ചെയ്ത് ടോട്ടൽ നമ്പർ ഓഫ് പോയിന്റ്സ് വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? നമ്മുടെ അൺകണ്ടീഷണൽ മീൻ എന്ന് പറയുന്നത്. എന്നാൽ കണ്ടീഷണൽ മീനിൻ്റെ അർത്ഥം എന്താണ്? കണ്ടീഷണൽ മീൻ എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ എന്ന് പറയുന്നതാണ് അൺകണ്ടീഷണൽ മീൻ, എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ. അതേസമയം കണ്ടീഷണൽ മീൻ എന്താണ്? എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ഗിവൺ എക്സ്. എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ഗിവൺ എക്സ്, അതായത് ഈ ഓരോ ഇൻകം ഗ്രൂപ്പും, ആ ഓരോ ഇൻകം ഗ്രൂപ്പിൻ്റെയും എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് ടോട്ടൽ എക്സ്പെക്റ്റേഷൻ പോലെയല്ല. സാധാരണ രീതിയിൽ നമ്മൾ എല്ലാം കൂടെ ആഡ് ചെയ്ത് ഡിവൈഡ് ചെയ്യുന്നത് പോലെയല്ല. ഇറ്റ് ഈസ് കണ്ടീഷണൽ അപ്പോൺ എ പർട്ടിക്കുലർ ഇൻകം ഗ്രൂപ്പ്. അപ്പോൾ 10,000 ഇൻകമുള്ള ആളുകളുടെ എക്സ്പെക്റ്റേഷൻ, 20,000 ഇൻകമുള്ള ആളുകളുടെ ആവറേജ്. എക്സ്പെക്റ്റേഷൻ എന്ന് ഞാനിവിടെ ഉപയോഗിക്കുമ്പോൾ അത് ആവറേജിന് സിനോണിമസ് ആയിട്ടാണ് ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. 10,000 ഇൻകം ഉള്ളവരുടെ ആവറേജ്, 20,000 ഇൻകം ഉള്ളവരുടെ ആവറേജ്, 30,000 ഇൻകം ഉള്ളവരുടെ ആവറേജ്, 40,000 ഇൻകം ഉള്ളവരുടെ ആവറേജ്. ഈ രീതിയിലാണ് നമ്മളതിനെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എക്സ്പെക്റ്റേഷൻ, അൺകണ്ടീഷണൽ എക്സ്പെക്റ്റേഷൻ, അതുപോലെ തന്നെ കണ്ടീഷണൽ എക്സ്പെക്റ്റേഷൻ അഥവാ അൺകണ്ടീഷണൽ മീൻ ആൻഡ് കണ്ടീഷണൽ മീൻ, ഇതെന്താണെന്ന് മനസ്സിലാക്കുക. കണ്ടീഷണൽ മീൻ നമുക്ക് ഇങ്ങനെ എഴുതാൻ സാധിക്കും: എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ഗിവൺ എക്സ് ഐ is a function of xi. കണ്ടീഷണൽ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെ ഒരു ഫംഗ്ഷനായിട്ട് നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. ഈ സ്പെസിഫിക്കേഷനെ നമ്മൾ വിളിക്കുന്നത് കണ്ടീഷണൽ എക്സ്പെക്റ്റേഷൻ ഫംഗ്ഷൻ എന്നാണ്. കണ്ടീഷണൽ എക്സ്പെക്റ്റേഷൻ ഫംഗ്ഷൻ നാം പഠിക്കുന്നത് പോപ്പുലേഷനെ മുഴുവനായിട്ടാണ് എന്ന് കരുതുക. ഞാൻ പറഞ്ഞു, ഞാൻ ഒബ്സർവ് ചെയ്തത് സാധാരണ രീതിയിൽ നമ്മൾ ഡേറ്റ എടുക്കുമ്പോൾ സാമ്പിളിനെ എടുത്ത് പോപ്പുലേഷനെ പഠിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ പഠിച്ചത് മുഴുവൻ പോപ്പുലേഷനെ ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഈ കണ്ടീഷണൽ എക്സ്പെക്റ്റേഷൻ ഫംഗ്ഷനെ നമുക്ക് പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷൻ എന്ന് നമുക്ക് വിളിക്കാം. PRF, പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷൻ. കണ്ടീഷണൽ എക്സ്പെക്റ്റേഷൻ ഫംഗ്ഷനെ നമ്മൾ CEF എന്ന് വിളിക്കും. CEF, കണ്ടീഷണൽ എക്സ്പെക്റ്റേഷൻ ഫംഗ്ഷൻ. സോ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ പറഞ്ഞു ഇതിൽ എക്സ്പെക്റ്റഡായ അല്ലെങ്കിൽ
നമ്മുടെ yi എന്ന വാല്യൂവിനെ ഡിറ്റർമിനിസ്റ്റിക് ആയിട്ട് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്നത് ഈ β0 പ്ലസ് β1 xy എന്ന് പറയുന്ന കമ്പോണൻ്റ് ആണ്. അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ കണ്ടീഷണലായ നമ്മുടെ എക്സ്പെക്റ്റേഷൻ. സോ ദിസ് ഇസ് വാട്ട് വി എക്സ്പെക്റ്റ് ഫോർ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കൺസംഷൻ ആൻഡ് ഇൻകം. അതേസമയം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു കമ്പോണൻ്റ് അവിടെ ഉണ്ട്. അതാണ് എന്ത്? നമ്മുടെ എറർ ടേം. സോ നമുക്ക് ഈ മുഴുവൻ ആയിട്ടുള്ള ഈ yi എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഈ ഇക്വേഷനെ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. yi is equal to conditional expectation of y given xi plus ui. അപ്പോൾ ഈ ഭാഗം കാണിക്കുന്നത് മുമ്പേ എഴുതിയതുപോലെ β0 പ്ലസ് β1 xi എന്നതാണ് ഈ എക്സ്പെക്റ്റേഷൻ, കണ്ടീഷണൽ എക്സ്പെക്റ്റേഷൻ കാണിക്കുന്നത്. This is also the same, which is β0 plus β1 xi plus ui. പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷൻ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. യുഐയെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്കും വൈഐയെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്കും നമ്മൾ കൊണ്ടുപോകുമ്പോൾ ആ ഒരു ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് ട്രാൻസ്ഫോർമേഷൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് നോക്കാം. ui is equal to yi minus β0 minus β1 xi. ഈ എറർ എന്ന് പറയുന്നത് yiയിൽ നിന്നും β0 നമ്മുടെ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഭാഗം മൈനസ് ചെയ്യുമ്പോഴാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ കണ്ടാണ് ഈ എറർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പോയിന്റിൽ ഉണ്ടാകുന്ന ഈ എറർ എന്ന് പറയുന്നത് ഈ പോയിന്റ് മൈനസ് ഈ പോയിന്റാണ്. അതാണ് എഴുതിയിരിക്കുന്നത് yi മൈനസ് β0 മൈനസ് β1 xi. ഈ β0 മൈനസ് β1 xi എന്ന് പറയുന്നത് ഏത് ഭാഗമാണ്? അതാണ് നമ്മുടെ കണ്ടീഷണലായ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത്. ഇവിടെ കഴിഞ്ഞ ക്യൂറ്റിയുടെ പേപ്പറിൽ നിങ്ങൾ പഠിച്ച ലീസ്റ്റ് സ്ക്വയർ ടെക്നിക് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ലീസ്റ്റ് സ്ക്വയർ ടെക്നിക്കിൽ നമ്മൾ പഠിച്ചത് എന്താണ്? എററിൻ്റെ സമ്മിനെ മിനിമൈസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റിലേക്ക് എത്താൻ കഴിയുമെന്നാണ് നമ്മളവിടെ പഠിച്ചത്. എററിൻ്റെ സമ്മിനെ എടുക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. എററിൻ്റെ സം എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം പോസിറ്റീവ് എറേഴ്സ് ഉണ്ട്, നെഗറ്റീവ് എറേഴ്സ് ഉണ്ട്. ഈ പോസിറ്റീവ് എറേഴ്സും നെഗറ്റീവ് എറേഴ്സും കൂടെ അതിൻ്റെ എക്സ്പെക്റ്റേഷൻ എപ്പോഴും 0 ആക്കും, എററിൻ്റെ എക്സ്പെക്റ്റേഷന്. ആ സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? എററുകളെ സ്ക്വയർ ചെയ്യുക. അപ്പോൾ സം ഓഫ് സ്ക്വയേഴ്സ് മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളവിടെ പഠിച്ചത്. അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ ഞാൻ ഈ എററിൻ്റെ സം ഓഫ് സ്ക്വയേഴ്സ് ഒന്ന് എടുത്ത് നോക്കുക. സം ഓഫ് സ്ക്വയേഴ്സ് ചെയ്യാൻ വേണ്ടി ഞാൻ സമേഷൻ ഇടുകയാണ്, സ്ക്വയർ ചെയ്യുന്നു. സം ഓഫ് സ്ക്വയേഴ്സ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഇത് ചെയ്താൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇത് തന്നെ ചെയ്യണം. സോ റൈറ്റ് ഹാൻഡ് സൈഡ് വിൽ ബിക്കം സിഗ്മ yi മൈനസ് β0 മൈനസ് β1 xi സ്ക്വയർ. അപ്പോൾ ഇതെങ്ങനെയാണ് കിട്ടിയതെന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഇവിടെ നിന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് β0യുടെയും β1ൻ്റെയും വാല്യൂ ആണ്. β0യുടെയും β1ൻ്റെയും ഈ പാരാമീറ്റേഴ്സിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കാരണം നമുക്ക് ഈ വൈയുടെയും എക്സയുടെയും വാല്യൂസ് നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് കണ്ടെത്തേണ്ടത് എന്താണ് ഇത് തമ്മിലുള്ള ബന്ധം എന്നാണ്. അപ്പോൾ ഇൻ്റർസെപ്റ്റ് കോഎഫിഷ്യൻറ്റിനെയും സ്ലോപ്പ് കോഎഫിഷ്യൻറ്റിനെയും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത്? ഒന്നാമത് ചെയ്യേണ്ടത് നമുക്കറിയാം, ഈ ഒരു ഇക്വേഷനെ ഈ എറർ സം ഓഫ് സ്ക്വയേഴ്സിനെ മിനിമൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഡിഫറൻഷ്യൽ കാൽക്കുലസിൽ നമ്മൾ പഠിച്ച ടെക്നിക്സ് യൂസ് ചെയ്യേണ്ടി വരും. മിനിമൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ പഠിച്ച ഒന്നാമത്തെ കണ്ടീഷൻ എന്താണ്? ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് ദിസ് ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു β0 ആൻഡ് വിത്ത് റെസ്പെക്ട് ടു β1 അൺനോൺസ് ആയ ഈ രണ്ട് സാധനങ്ങളുമായിട്ട്, ഈ രണ്ട് കോഎഫിഷ്യൻസുമായിട്ട് ഉള്ള ഈ ഫംഗ്ഷൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എപ്പോഴും നമുക്ക് 0യിലേക്ക് ഇക്വേറ്റ് ചെയ്യാൻ കഴിയും. ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആയിരിക്കും. അപ്പോൾ അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് ദിസ് ഇക്വേഷൻ വിത്ത് റെസ്പെക്ട് ടു β0 നമ്മൾ ആദ്യം ചെയ്യുന്നു. അതിനുശേഷം ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് ദിസ് ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു β1 നമ്മൾ അതിനുശേഷം ചെയ്യുന്നു. നമ്മൾ ഈ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കുന്നു, ഫസ്റ്റ് ഇക്വേഷൻ. നൗ നമുക്കിതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടെത്താൻ ശ്രമിക്കാം. സോ ഡോ സിഗ്മ ui സ്ക്വയർ with respect to
ഡു ബീറ്റ 0. നമ്മൾ ഈ ഫസ്റ്റ് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ബീറ്റ 0 ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുന്നത്? നമുക്കറിയാം നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സിഗ്മ yi മൈനസ് ബീറ്റ 0 മൈനസ് ബീറ്റ 1 xi² ആണ്. ഇവിടെ നമുക്കൊരു ചെയിൻ റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഇതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഞാൻ കെ എന്നൊരു വേരിയബിൾ എടുക്കുക. കെയെ ഞാൻ പറയുന്നു, കെ എന്ന് പറയുന്നത് yi മൈനസ് ബീറ്റ 0 മൈനസ് ബീറ്റ 1 xi ആണ് എന്ന് ഞാൻ പറയുക. അങ്ങനെയാണെങ്കിൽ ഇതെന്താണ്? ഇത് സിഗ്മ കെ സ്ക്വയർ ആണ്. സിഗ്മ കെ സ്ക്വയർ ആണ്. നമ്മുടെ ചെയിൻ റൂൾ നമുക്ക് പറഞ്ഞു തരുന്നത് എന്താ? ചെയിൻ റൂൾ പറയുന്നത് ഫങ്ഷൻ ഓഫ് എ ഫങ്ഷൻ വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇതിനെ വിത്ത് റെസ്പെക്ട് ടു കെ ആദ്യം ചെയ്യുക, പിന്നെ കെ വിത്ത് റെസ്പെക്ട് ടു ബീറ്റ 0 ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് സിഗ്മ UI² വിത്ത് റെസ്പെക്ട് ടു കെ ചെയ്യുന്നു, മൾട്ടിപ്ലൈഡ് ബൈ കെ വിത്ത് റെസ്പെക്ട് ടു ബീറ്റ 0 ചെയ്യുന്നു. ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് നോക്കിയേ. കെ വിത്ത് UI² വിത്ത് റെസ്പെക്ട് ടു ബി കെ. UI² എന്ന് പറയുന്നത് എന്താ? സിഗ്മ കെ സ്ക്വയർ. അപ്പോൾ അതെന്താവും? 2 സിഗ്മ കെ ഈ കമ്പോണൻ്റായി, അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവായി, ഇൻറ്റു സെക്കൻഡ് കമ്പോണൻറ്റ് ഡി കെ ബൈ ഡി ബീറ്റ 0. അപ്പോൾ ഈ ഫംഗ്ഷനെ കെ വിത്ത് റെസ്പെക്ട് ടു ബീറ്റ 0 നമ്മൾ ചെയ്യണം. കെ വിത്ത് റെസ്പെക്ട് ടു ബീറ്റ 0. കെ വിത്ത് റെസ്പെക്ട് ടു ബീറ്റ 0 ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? കെ വിത്ത് റെസ്പെക്ട് ടു ബീറ്റ 0 നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് -1 എന്നാണ്. ഈ കെ നമ്മൾ തിരിച്ചിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എന്താ അത്? 2 സിഗ്മ കെ എന്ന് പറയുന്നത് yi മൈനസ് ബീറ്റ 0 മൈനസ് ബീറ്റ 1 xi ആണ്, ഇൻറ്റു -1. ദിസ് ഷുഡ് ബി ഈക്വൽ ടു 0. ഇത് 0യോട് ഈക്വൽ ആയിരിക്കണം എന്നാണ് നമ്മൾ പഠിച്ചത്. ഐഡിയ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ കിട്ടിയ ഇക്വേഷനെ നമ്മൾ -2h ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യുക. ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ സിഗ്മ yi മൈനസ് ബീറ്റ 0 മൈനസ് ബീറ്റ 1 xi ഇസ് ഈക്വൽ ടു 0. ഇതിൽ സമ്മേഷൻ ഓപ്പറേറ്ററിനെ നമ്മൾ അകത്തേക്ക് ബ്രാക്കറ്റിനുള്ളിലേക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് നോക്കിയേ. സിഗ്മ yi മൈനസ് n ബീറ്റ 0. ഇത് സമ്മേഷൻ ഓപ്പറേറ്ററിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്, നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അതായത് സമ്മേഷൻ ഓപ്പറേറ്റർ ഒരു കോൺസ്റ്റൻറ്റിന് മേൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കോൺസ്റ്റൻറ്റിനെ n ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. എത്ര തവണയാണോ മൾട്ടിപ്ലൈ ചെയ്യപ്പെടുന്നത് അത്രയും തവണ അത്രയും ആ കോൺസ്റ്റൻറ്റ് ടൈംസ് ബീറ്റ 0 n ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. മൈനസ് ബീറ്റ 1 സമ്മേഷൻ xi ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ. ഇതേപോലെ വിത്ത് റെസ്പെക്ട് ടു ബീറ്റ 1 നമ്മുടെ UI² നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് സെറ്റ് ചെയ്യുന്നു 0യിലേക്ക്. അങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ഈ കെ എന്ന് പറയുന്നത് നമ്മൾ അവിടെ കണ്ടതുപോലെ തന്നെ കെ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് കെ ഇസ് ഈക്വൽ ടു yi മൈനസ് ബീറ്റ 0 മൈനസ് ബീറ്റ 1 xi എന്നാണ്. ചെയിൻ റൂൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇതേ ചെയിൻ റൂൾ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് നോക്കിയേ. നമുക്ക് കിട്ടുന്നത് 2 സിഗ്മ yi മൈനസ് ബീറ്റ 0 മൈനസ് ബീറ്റ 1 xi ഇൻറ്റു മൈനസ് xi. ദിസ് ഷുഡ് ബി ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെയും നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ രണ്ട് സൈഡിനെയും -2h മൾട്ടിപ്ലൈ ചെയ്യുന്നു. -2h മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വരുന്നത് എന്താണെന്ന് നോക്കിയേ. xi ഇൻറ്റു yi മൈനസ് ബീറ്റ 0 മൈനസ് ബീറ്റ 1 xi. സമേഷനെയും xiയെയും നമ്മൾ ബ്രാക്കറ്റിനുള്ളിലേക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് സമേഷൻ yi xi മൈനസ് ബീറ്റ 0 സമേഷൻ xi മൈനസ്
β1 summation xi സ്ക്വയർ. ഇതാണ് നമുക്ക് ഇവിടെ കിട്ടുന്ന ഇക്വേഷൻ. ഞാനിത് ഒന്നുകൂടെ ഒന്ന് റൈറ്റ് ചെയ്യാം. അതായത് ഇസ് ഈക്വൽ ടു സിഗ്മ yi xi മൈനസ് β0 സമ്മേഷൻ xi മൈനസ് β1 സമ്മേഷൻ xi സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ തേർഡ് ഇക്വേഷൻ, മൂന്നാമത്തെ ഇക്വേഷൻ. അപ്പോൾ നമുക്കിവിടെ രണ്ട് ഇക്വേഷനുകൾ കിട്ടിയിരിക്കുകയാണ്. ഈ രണ്ട് ഇക്വേഷനുകളെ നമുക്കൊന്ന് ഒരുമിച്ച് എഴുതാം. ഇതൊരു രണ്ട് സൈമൾട്ടേനിയസ് ആയ രണ്ട് ഇക്വേഷൻസ് ആണ്. ഇതിനെ നമ്മൾ സോൾവ് ചെയ്യാൻ ശ്രമിക്കുകയാണ് അടുത്ത സ്റ്റെപ്പിൽ. നമ്മളിവിടെ നമ്മുടെ സെക്കൻഡ് ഇക്വേഷനും തേർഡ് ഇക്വേഷനും ഒന്നുകൂടെ എഴുതിയിരിക്കുകയാണ്. ഇതിൽ നമ്മുടെ കോഎഫിഷ്യൻസ്, അതായത് β0യും β1ഉം ഉള്ള എലമെൻസിനെ ഒരു സൈഡിലേക്കും അതില്ലാത്ത എലമെൻസിനെ മറ്റൊരു സൈഡിലേക്കും കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷനെ ഇങ്ങനെ ട്രാൻസ്ഫോം ചെയ്യാം. n β0 പ്ലസ് β1 സിഗ്മ xi ഇസ് ഈക്വൽ ടു സിഗ്മ yi. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ. ഈ ട്രാൻസ്ഫോർമേഷൻ വളരെ എളുപ്പമാണ് മനസ്സിലാക്കാൻ. ലൈവ് ക്ലാസ് റൂമിൽ ഞാനത് മനസ്സിലാകാത്തവർക്ക് വേണ്ടി ഒന്നും കൂടി പറയുന്നതായിരിക്കും. രണ്ടാമതായിട്ട് β0 സിഗ്മ xi പ്ലസ് β1 സിഗ്മ xi സ്ക്വയർ ഇസ് ഈക്വൽ ടു സിഗ്മ yi xi. നമ്മുടെ രണ്ട് മൂന്ന് ഇക്വേഷനുകളെ ഒന്ന് ട്രാൻസ്ഫോം ചെയ്ത് വേറൊരു രീതിയിൽ എഴുതി എന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ കോഎഫിഷ്യൻസിനെ ഒരു സൈഡിലും വേരിയബിൾസ് മാത്രമുള്ള ടേമുകളെ മറ്റൊരു സൈഡിലേക്കും കൊണ്ടുവന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനുള്ള ഈ സിസ്റ്റത്തെ നമുക്ക് വേണമെങ്കിൽ മെട്രിക്സ് ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യാം. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ക്യൂറ്റിയുടെ മാത്തമാറ്റിക്സിൻ്റെ പേപ്പറിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ക്രേമേഴ്സ് റൂൾ യൂസ് ചെയ്ത് നമ്മൾ കോഎഫിഷ്യൻസിൻ്റെ വാല്യൂവിലേക്ക് നമ്മൾ എത്തുന്നത്, രണ്ട് അൺനോൺസിൻ്റെ വാല്യൂ നമ്മൾ എങ്ങനെ കണ്ടെത്തുന്നു എന്നുള്ളത്. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് റെപ്രസെൻ്റ് ചെയ്യാം മെട്രിക്സ് ഫോമിൽ. മെട്രിക്സ് ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ ഇതെങ്ങനെയായിരിക്കും വരിക? നമുക്കറിയാം n സിഗ്മ xi സിഗ്മ xi സിഗ്മ xi സ്ക്വയർ. ഇതാണ് നമ്മൾ ഒരു മെട്രിക്സ്. രണ്ടാമത്തെ മെട്രിക്സ് എന്ന് പറയുന്നത് മൾട്ടിപ്ലൈൻ്റെ കോഎഫിഷ്യൻ മെട്രിക്സ്. കോഎഫിഷ്യൻ മെട്രിക്സ് എന്ന് പറയുന്നത് എന്താണ്? β0 β1 റിസൾട്ടിങ് മെട്രിക്സ് എന്ന് പറയുന്നത് സിഗ്മ വൈയും സിഗ്മ yi xi. സോ ഇതിൽ നിന്നും നമുക്ക് β0യുടെയും β1ൻ്റെയും വാല്യൂ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം β0 കണ്ടെത്താൻ നോക്കാം. ക്രേമേഴ്സ് റൂൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാം. നമ്മൾ എന്താ ചെയ്യുക? നമ്മുടെ വേരിയബിൾ മെട്രിക്സിലേക്ക് നമ്മുടെ റിസൾട്ടൻറ്റ് മെട്രിക്സിനെ നമ്മൾ വേരിയബിൾ മെട്രിക്സിൻ്റെ ആദ്യത്തെ കോളത്തിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ ക്രേമേഴ്സ് റൂൾ അപ്ലൈ ചെയ്താൽ യു വിൽ ഗെറ്റ് β0 വാല്യൂ. ആൻഡ് സെക്കൻഡ് കോളത്തിലേക്ക് അപ്ലൈ ചെയ്ത് നമ്മൾ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിച്ചാൽ നമുക്ക് β1ൻ്റെ വാല്യൂ കിട്ടും. സോ എങ്ങനെയാണ് അത് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. സോ ആദ്യം നമ്മൾ β0 കണ്ടെത്താൻ നോക്കുകയാണ്. β0 കണ്ടെത്തണമെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്? ഈ റിസൾട്ടൻറ്റ് മെട്രിക്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ വേരിയബിൾ മെട്രിക്സിൻ്റെ ഒന്നാമത്തെ കോളത്തിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിന് പകരം നമ്മൾ ഇതിടുന്നു, എന്നിട്ട് അതിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കണം. സോ നമ്മൾ ചെയ്യേണ്ടത് ഡിറ്റർമിനൻറ്റ് ഓഫ് സിഗ്മ y സിഗ്മ yi xi, അതേപോലെ തന്നെ വേരിയബിൾ മെട്രിക്സിൻ്റെ രണ്ടാമത്തെ കോളം അതുപോലെ റീറ്റെയിൻ ചെയ്യുകയാണ് നമ്മൾ. സിഗ്മ xi സിഗ്മ xi സ്ക്വയർ. ഇതാണ് ഒരു ഡിറ്റർമിനൻറ്റ് നമ്മുടെ ന്യൂമറേറ്ററിൽ വരുന്നത്. ക്രേമേഴ്സ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ന്യൂമറേറ്ററിൽ വരുന്ന ഡിറ്റർമിനൻ്റ് ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതാം. ക്രേമേഴ്സ് റൂൾ
അപ്ലൈ ചെയ്യുക നമ്മൾ ചെയ്യുന്നത് ക്രെമേഴ്സ് റൂൾ. ക്രെമേഴ്സ് റൂൾ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻറ്റ് ഓഫ് ദിസ്, റീപ്ലേസ് ചെയ്ത മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് ഡിവൈഡഡ് ബൈ നമ്മുടെ ഒറിജിനൽ മെട്രിക്സ്, ഒറിജിനൽ ഡിറ്റർമിനൻറ്റ് എന്താ പറയുന്നത്? ഒറിജിനൽ ഡിറ്റർമിനൻറ്റ് ഇസ് ഡിറ്റർമിനൻറ്റ് ഓഫ് n സിഗ്മ xi സ്ക്വയർ. ഈ ഡിറ്റർമിനൻസിൻ്റെ രണ്ടിൻ്റെയും ഡിവിഷൻ നമുക്ക് ബീറ്റാ സീറോയുടെ വാല്യൂവിലേക്ക് എത്താൻ നമ്മളെ സഹായിക്കും. സിമിലർലി ബീറ്റ വൺ എന്ന് പറയുന്നത് ഇതേ റിസൾട്ടൻറ്റ് മെട്രിക്സ് നമ്മൾ നമ്മുടെ വേരിയബിൾ മെട്രിക്സിൻ്റെ സെക്കൻഡ് കോളത്തിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും ഇതുപോലെ ഡിറ്റർമിനൻറ്റ് കണ്ടെത്തുകയും ചെയ്യണം. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കുക. നമ്മുടെ ഒന്നാമത്തെ ഡിറ്റർമിനൻറ്റ് എന്ന് പറയുന്നത് n സിഗ്മ എക്സ് ഐ, സെക്കൻഡ് കോളത്തിലാണ് മാറ്റം വരുന്നത്, സിഗ്മ വൈ ഐ എക്സ് ഐ ഡിവൈഡഡ് ബൈ നമ്മുടെ ഒറിജിനൽ മെട്രിക്സ് n സിഗ്മ എക്സ് ഐ സ്ക്വയർ. നമുക്കിതിനെ ഡിറ്റർമിനൻ്റ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് സിഗ്മ വൈ ഇൻറ്റു സിഗ്മ എക്സ് ഐ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ഐ എക്സ് ഐ ഇൻറ്റു സിഗ്മ എക്സ് ഐ ഡിവൈഡഡ് ബൈ n ഇൻറ്റു സിഗ്മ എക്സ് ഐ സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഐ ഇൻറ്റു സിഗ്മ എക്സ് ഐ വിച്ച് സിഗ്മ എക്സ് ഐ സ്ക്വയർ. നമുക്കതൊന്ന് എഴുതി നോക്കാം. എങ്ങനെയാണ് വരുന്നത്? സിഗ്മ, ഇവിടെ എല്ലാം ഐ ഉണ്ട്, സിഗ്മ വൈ ഐ സിഗ്മ എക്സ് ഐ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ഐ എക്സ് ഐ ഇൻറ്റു സിഗ്മ എക്സ് ഐ the whole divided by this determinant divided by this determinant. So n sigma xi square minus sigma xi the whole squared. This will give you the value of beta 0. Now ബീറ്റ വൺ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ബീറ്റ വൺ ഇതേപോലെ തന്നെയാണ്. ബീറ്റ വൺ എന്ന് പറയുന്നത് ഈ ഡിറ്റർമിനൻറ്റ്, അതെന്താ പറയുന്നത്? n സിഗ്മ വൈ ഐ എക്സ് ഐ മൈനസ് സിഗ്മ എക്സ് ഐ വൈ ഐ ഡിവൈഡഡ് ബൈ n സിഗ്മ എക്സ് ഐ സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഐ ദ ഹോൾ സ്ക്വയർഡ്. ഇത് ചെയ്താൽ നമുക്ക് ബീറ്റ വണ്ണിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസിൽ നിന്നാണ് നമ്മൾക്ക് ബീറ്റ സീറോയുടെയും ബീറ്റ വണ്ണിൻ്റെയും വാല്യൂസ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് കണ്ടെത്താൻ വളരെ എളുപ്പമാണ്. ഇതിൽ നിന്നാണ് നമ്മൾ റിഗ്രഷൻ ഇക്വേഷൻസ് പഠിച്ചു ഓർക്കുന്നത്. വൈ ഓൺ എക്സും എക്സ് ഓൺ വൈയും. അതിൽ വൈ ഓൺ എക്സ് നമ്മൾ പഠിച്ചപ്പോൾ ബീറ്റ സീറോയുടെയും ബീറ്റ വണ്ണിൻ്റെയും ഇക്വേഷൻസ് നിങ്ങൾ പഠിച്ചത് ഓർക്കുന്നുണ്ടാവും. അതിൽ നമ്മൾ കണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് ബീറ്റ റിഗ്രഷൻ കോഎഫിഷ്യൻസ്. ഈ റിഗ്രഷൻ കോഎഫിഷ്യൻസിൻ്റെ ഇക്വേഷൻ നമ്മൾ കണ്ടത് ബീറ്റ വൺ എന്ന് പറയുന്നത് സിഗ്മ എക്സ് ഐ വൈ ഐ ഡിവൈഡഡ് ബൈ സിഗ്മ എക്സ് ഐ സ്ക്വയർ എന്നും ബീറ്റ സീറോയുടെ കോഎഫിഷ്യൻ്റ് നമ്മൾ കണ്ടത് y ബാർ മൈനസ് ബീറ്റ വൺ എക്സ് ബാർ എന്നുമാണ്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനുകളിലേക്ക് നമ്മൾ എത്തിയത് എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഈ ഡെറിവേഷൻ കണ്ടത്. ഈ രണ്ട് ഇക്വേഷനുകൾ എന്തായാലും ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പേപ്പർ പഠിച്ചപ്പോൾ, ലീനിയർ റിഗ്രഷനെ പറ്റി പഠിച്ചപ്പോൾ അവിടെ കണ്ട രണ്ട് ഇക്വേഷനുകളാണ്, എല്ലാവരും കണ്ടിട്ടുള്ള ഇക്വേഷൻ. ഈ ഇക്വേഷനുകൾ ഒരുപക്ഷെ നിങ്ങൾ ഫെമിലിയർ ആയിരിക്കില്ല. അപ്പോൾ ഇതിനെ നമുക്കിതിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും.
ഒരേ ഒരു കാര്യമാണ് ഇവിടെ നോക്കുക, ഈ എക്സ് എന്ന് പറയുന്ന സ്മോൾ ലെറ്റർ ആണ് ഞാൻ എഴുതിയിരിക്കുന്നത്. സ്മോൾ ലെറ്ററിൻ്റെ അർത്ഥം ഡീവിയേഷൻ ഫോമിലാണ് അതെന്നുള്ളതാണ്. ഇത് ഡീവിയേഷൻ ഫോമിലല്ല. വൈയും എക്സും ക്യാപിറ്റൽ ലെറ്റേഴ്സാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്, അത് ഡീവിയേഷൻ ഫോമിലല്ല. അപ്പോൾ ഡീവിയേഷൻ ഫോമിൽ നമ്മൾ എഴുതുകയാണെങ്കിൽ, ഈ ബീറ്റ 1നെ നമ്മൾ ഡീവിയേഷൻ ഫോമിൽ എഴുതുകയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷനിലേക്ക് വരാൻ പറ്റും. ഡീവിയേഷൻ ഫോമിൽ എഴുതുമ്പോൾ ഈ ഇക്വേഷനിലേക്കും, അതിൽ നിന്ന് നമുക്ക് ബീറ്റ 0 എന്ന കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് വൈ ബാർ, അതായത് ആവറേജ് ഓഫ് വൈ മൈനസ് ബീറ്റ 1 ടൈംസ്, അതായത് നമുക്ക് ഇവിടെ കിട്ടിയ ബീറ്റ 1 കോഎഫിഷ്യൻ്റ് ടൈംസ് എക്സ് ബാർ, എക്സിൻ്റെ ആവറേജ് ചെയ്യുമ്പോഴാണ് നമുക്ക് ബീറ്റ 0 കിട്ടുന്നതെന്ന് നമുക്ക് ഡിറൈവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് കണ്ടത് എങ്ങനെയാണ് ബീറ്റ 0യും ബീറ്റ 1ഉം എസ്റ്റിമേറ്റ് ചെയ്യുന്നതെന്നാണ്. ഈ ഇക്വേഷനുകളെ നമ്മൾ നോർമൽ ഇക്വേഷൻസ് എന്നാണ് വിളിക്കുന്നത്. നോർമൽ ഇക്വേഷൻസ് സൈമിൾട്ടേനിയസ് ഇക്വേഷൻ മോഡലാണ്. സൈമിൾട്ടേനിയസ് ഇക്വേഷൻസിൻ്റെ ഒരു സോൾവ് ചെയ്യുന്നത് വഴി നമുക്ക് കിട്ടുന്ന ബീറ്റ 1 ബീറ്റ 0യുടെ ബീറ്റ 0 ബീറ്റ 1ൻ്റെ വാല്യൂസ് നമുക്ക് കിട്ടുന്ന ഒരു ഡെറിവേഷനാണിത്. ഇപ്പോൾ നമ്മൾ കണ്ടത് ഒരു എക്സ്പ്ലനേറ്ററി വേരിയബിൾ ഉള്ള സിറ്റുവേഷനാണ്. ഇതേപോലെ മൾട്ടിപ്പിൾ എക്സ്പ്ലനേറ്ററി വേരിയബിൾസ് ഉള്ളപ്പോൾ, അതായത് എക്സ് ഐ എന്ന് നമ്മൾ എഴുതി, എക്സ് ഐയെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്തത് ഓരോ എക്സിൻ്റെ ഫിക്സ്ഡ് വാല്യൂസിനാണെങ്കിൽ, ഇതുപോലെ x2i, അതായത് രണ്ടാമതൊരു എക്സ് വേരിയബിൾ ഉണ്ടെങ്കിൽ, എക്സ് വേരിയബിൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻഡിപെൻഡൻ്റ് ആയ വേരിയബിൾ ഉണ്ടെങ്കിൽ, മൂന്നാമതുണ്ടെങ്കിൽ, നാലാമതുണ്ടെങ്കിൽ, മൾട്ടിപ്പിൾ റിഗ്രഷൻ മോഡലുകളിൽ പോലും നമുക്ക് ഇതേപോലെ സൈമിൾട്ടേനിയസ് ഇക്വേഷൻസിനെ സോൾവ് ചെയ്ത് യു ക്യാൻ അറൈവ് അറ്റ് ദി കോഎഫിഷ്യൻസ് ദെയർ. അപ്പോൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ നമ്മുടെ ലൈവ് ക്ലാസ്സിൽ വരുമ്പോൾ ഇതിൽ നിന്നുള്ള സംശയങ്ങളും ക്ലാരിഫിക്കേഷൻസും, അതേപോലെ തന്നെ ഈ ഇക്വേഷനുകൾ രണ്ടും എങ്ങനെയാണ് ഡീവിയേഷൻ ഫോമിൽ എഴുതുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇതിലേക്ക് എത്താൻ കഴിയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. താങ്ക് യു.